മലയാള സിനിമയിൽ ഇപ്പൊ രണ്ടുപേരാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്നതെന്ന് ഞാൻ അറിഞ്ഞത്, മമ്മൂക്കയും മേനകയും. അല്ല, അത് യോഗ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്. ലീനാവുക എന്നുള്ള പരിപാടി അങ്ങനല്ല, നമ്മൾ ചെയ്യാ, എന്നിട്ട് ക്രമേണ നമ്മുടെ ഫുഡെല്ലാം വളരെ ഇതായിട്ട് നോക്കുക, അത്രേ ഉള്ളൂ. ഈ ഒരു ബുദ്ധി സുരേഷിക്ക് ഉപദേശിച്ചു കൊടുത്തില്ലല്ലോ. സുരേഷ് ഏട്ടൻ ഒരു എക്സർസൈസും ഇല്ലല്ലോ മനുഷ്യൻ സിനിമ കാണുന്ന. പക്ഷെ പുതിയ പുതിയ ഷൂ മേടിക്കും. ഞാൻ LED വാളിൽ ഒരു സംഭവം നോക്കട്ടെ. ഇത് മേനക തന്നെ ഈ കാലവർത്തി നിൽക്കുന്നത്. എന്റെ അമ്മോ, ഇത് എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ആണോ? ഇതിപ്പോ വെളുപ്പിന് 4 മണിയാണോ? 4 മണിക്ക് എണീക്കും, 4:15 എണീക്കും, നാമം ജപിക്കും, അത് കഴിഞ്ഞ യോഗ. ആ സമയത്ത് ഒരു യോഗവും ഇല്ലാതെ അടക്കാണ് നമ്മുടെ സുരേഷ് കുമാർ ജി അല്ലേ? മേനകി ആൾക്കാരെ ഫോൺ ചെയ്ത് പറ്റിക്കുന്ന ഒരു ഇടപാടുണ്ടെന്ന് പറഞ്ഞു, മുകേഷിനെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പണ്ട് മുകേഷ് ആഞ്ഞ കാലത്താണോ? മുകേഷ് വന്നിട്ട് അമൃതയിലുണ്ടായിരുന്നപ്പോ ഞാൻ എന്ത് ചെയ്തു, ഫോൺ ചെയ്തിട്ട് ഞാന് കുറച്ച് ലിസി പറഞ്ഞു, ചേച്ചി ഞാൻ സംസാരിച്ച എന്റെ ശബ്ദം പെട്ടെന്ന് പിടികിട്ടും, അതുകൊണ്ട് ചേച്ചി അങ്ങ് സംസാരിക്കാൻ അറിയത്തില്ല. മേനയുടെ ശബ്ദം കേട്ട പുള്ളിക്ക് മനസ്സിലാവൂലേ? ഇല്ല, ഞാൻ എന്നിട്ട് ഒരു കാര്യത്തിൽ ഇങ്ങനെ ഞാൻ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇങ്ങനെ ബസ്സിൽ ഇറങ്ങിയതും നിങ്ങൾ എന്നെ വന്ന് കാണണം, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനൊരു എന്തോ പച്ചയോ ചുമപ്പോ എന്തോന്നോ ചുടിദാർ ഇട്ടോണ്ട് ഞാൻ വരും, വന്നത് എന്നെ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉടനെ പുള്ളി ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരിച്ചോണ്ടിരിക്കുമ്പോ തേനൊലിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ പിടികിട്ടിട്ടേ ഇല്ല. പക്ഷെ അബദ്ധത്തില് എന്റെ അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളെ മറുപടിയും വിളിക്കാമെന്ന് പറഞ്ഞു. പിടിച്ചു മലയാളം പോയി. മറുപടി എന്ന് വെച്ചാ വീണ്ടും എന്നുള്ള വേർഡ് അന്ന് എനിക്ക് വീണ്ടും പെട്ടെന്ന് കിട്ടിയില്ല. ഞാൻ മറുപടി എന്നാണോ, മറുപടി വിളിക്കാം കേട്ടോ, പുള്ളിക്ക് പിടികിട്ടി. മേനകയാണോ? അപ്പൊ മുകേഷ് ഇതൊരു എത്ര മിനിറ്റ് നിന്ന് ഈ ദൈർഘ്യം കാര്യം. സാധാരണ മുകേഷ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കഥകളുടെ ഘോഷയാത്രയാണല്ലോ. ഈ കഥയൊന്നും വെളിയിൽ മിണ്ടിയിട്ടില്ല പുള്ളിക്ക് പറ്റി അവതൊന്നും. ഇത് ഒരിക്കലും പറഞ്ഞു, ഒരു സ്ഥലത്ത് പറഞ്ഞായിരുന്നു. അല്ല, തേനൊലിച്ച് സംസാരിച്ച എത്ര മിനിറ്റ് ആയിരുന്നു? അയ്യോ, എത്ര അത് അദ്ദേഹം പറഞ്ഞു. ഞാൻ എന്തോ കിട്ടാൻ പോണെന്നൊക്കെ പറഞ്ഞു. എന്തൊരു നിരാശപ്പെടുത്തി കളഞ്ഞു, അങ്ങനെ തന്നെ പറഞ്ഞു. കൊതിപ്പിച്ചല്ലോടൂ, അങ്ങനെ പറഞ്ഞു. ആ മറുപടി എന്നുള്ള വാക്കിലാണ് ഞാൻ മേനകയെ കൈയോടെ പിടിച്ചത്. നിങ്ങൾ അതുപോലെ തന്നെ കൽപ്പന, കലാരഞ്ജിനി, ഉർവശിയിലൂടെ ചേർന്നിട്ട് ഒരു മേക്കപ്പ്മാനെയും പറ്റിച്ചു. അയ്യോ, അത് ഏത് മേക്കപ്പ്മാനായിരുന്നു? അത് ഇപ്പോഴും ഉണ്ടോ? അദ്ദേഹമുണ്ട്, പക്ഷെ ഓപ്പോസിറ്റുള്ള ആർട്ടിസ്റ്റ് ഇപ്പൊ ജീവനോടെ ഇല്ല, അവരില്ല. ഞാന് കലാകൽപ്പന 3 പേരും കൂടെ സേലത്ത് മോഡേൺ തിയേറ്റേഴ്സിന്റെ ഇതിൽ വർക്ക് ചെയ്യാണ്, TK ബാലേന്ദ്രന്റെ പടത്തില്. അപ്പോ ഇദ്ദേഹം ചുമ്മാ രാവിലെ കുളിച്ചിട്ട് ടവലെടുത്ത് ഇങ്ങനെയൊക്കെ തുടച്ച് ഇങ്ങനെയൊക്കെ ചുമ്മാ വരുന്നതാണ്. ഞങ്ങള് മാറി എഴുതി അയക്കും, നിങ്ങളിങ്ങനെ ടവൽ ഉടുത്തിട്ട് വെളിയിൽ ഇങ്ങനെ വരുന്നത് എന്തോ ഒരു ഭംഗിയാണ്, എന്തോ ഒരു ബോഡിയാണ്, ജയനെ പോലെ ഇരിക്കുകയാണ്, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. അവിടെ നിന്ന് ഇങ്ങനെ പറയും, ഇവിടെ നിങ്ങൾ 2 പേർ. അത് ആ ലെറ്റർ കയ്യിൽ കിട്ടിയതിന് ശേഷം പുള്ളി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുമായിരുന്നു. അപ്പൊ ഞാനും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഭയങ്കര ചിരിയായിരുന്നു ഞങ്ങൾക്ക് കൊറേ നാള്. പിന്നെ അത് കുറച്ച് സീരിയസ് ലൈനിലേക്ക് പോവോന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് പേടിയായി. ഞങ്ങളങ്ങ് പറഞ്ഞു, വളരെ സീരിയസ് ആയിരുന്നു. മേനക ചേച്ചിയോട് കുട്ടേട്ടൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഹലോ, നമസ്കാരം മേനക ചേച്ചി. യന്ത്രം റോബോട്ട് സുഖം തന്നെയാണ്. ചേച്ചി മറ്റുള്ളവരെ പറ്റിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കുട്ടേട്ടന്റെ മനസ്സിലും ഒരു കാര്യം ഓർമ്മ വന്നു. തീർച്ചയായിട്ടും. പണ്ടൊരിക്കൽ തലശ്ശേരിയിൽ ഒരു ഷൂട്ടിംഗ് നടക്കുമ്പോൾ രതീഷ് എന്ന ഒരു നടനെ കൂടി ചേച്ചി നന്നായി പേടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്, രതീഷ് ചേട്ടൻ. അതെന്തായിരുന്നു സംഭവം? അതെ, ഓർമ്മിച്ച് പിടിച്ചു വെച്ചിരിക്കുക. ഒരു മുണ്ടക്കൈമാണോ തലശ്ശേരിയാണോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ. കോയ സാറോ കോശി സാറോ വീട്ടിൽ. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു റൂമാണ്. ഇതിലാണ് രതീഷ് ഏട്ടൻ, സന്തോഷ്, അഷ്റഫ്, അലപ്പി ഇവരെല്ലാരും ഒരു 4-5 പേര് താമസിക്കുന്നു. ഞാനും ലിസിയും ഓപ്പോസിറ്റ് റൂമിലാണ്. അപ്പൊ പ്രിയേട്ടൻ ലിസിയെ കാണാനായിട്ട് വെളിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. സുരേഷ് ഏട്ടന് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞു ഹാളിൽ. നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും കൂടെ രതീഷ് അവരെയൊക്കെ ഒന്ന് പറ്റിക്കാം എന്ന് പറയും. എങ്ങനെ പറ്റിക്കാന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ഇതില് സാരി ഉണ്ട്, വൈറ്റ് സാരി, അത് കൊടുത്തിട്ട് എന്റെ വിഗ്, വലിയ വിഗ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒരു യക്ഷിയെ പോലെ നമുക്ക് കാണിക്കാം.
ഒരാൾ ചിരിക്കണം, ആ ഒരാള് ചെലങ്ങയും കെട്ട് നടക്കണം എന്ന്. ഇത് രാത്രി രാത്രി മേ ബി 11-12 മണി അടുപ്പിച്ചാണ്. ചെലങ്ങ കെട്ടാൻ ഞാനും ചെലങ്ങ കെട്ടി ഞാൻ ഓടണം, ആ വീട്ടിനെ ചുറ്റി ഞാൻ ഓടണം. ലിസി ചിരിക്കാം എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ പ്രിയേട്ടൻ പറഞ്ഞു ലിസി ചിരിച്ചാൽ ശരിയാവില്ല, മേനക ചിരിക്ക്. ലിസിയുടെ കാലിൽ ചെലങ്ങയെ കെട്ടിട്ട് നമുക്ക്. അപ്പൊ ലിസി എടുത്ത് പറഞ്ഞു ഇങ്ങനെ കറങ്ങണം, തിരിച്ചു വരണം, ഇങ്ങനെ കറങ്ങണം. രതീഷ് ഏട്ടൻ റൂമിലുണ്ട്. ഉറങ്ങിയോ വർത്തമാനം പറയുന്നോണ്ട് നമുക്ക് അറിയത്തില്ല. അവരെല്ലാരും ഉണ്ടായിരുന്നു. ഞാന് ഇവിടെ ഒരു ജനലുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ ഈ ജനലിന്റെ വെളിച്ചത്തിൽ നിന്ന് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ അവിടെ നമ്മൾ സിമത്തേരിയുടെ സെറ്റ് ഇട്ടിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിട്ട് സെറ്റ് ഇട്ടിട്ടുണ്ട്, അത് കാണാം. ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്റെ മുഖം കാണൂല, ബാക്ക് ലൈറ്റിൽ കൂടെ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ ഒരു രൂപം കിട്ടി കാണുമല്ലോ, ഒരു മനസ്സിലായി, ലൈറ്റിംഗ് എല്ലാം എല്ലാം കിട്ടി. കതവ് തട്ടും മാറും. കതവ് തട്ടിട്ട് ഞാൻ മാറുമ്പോ ലിസി അവിടെ അല്ല അവരങ്ങോട്ട് നോക്കിക്കൊണ്ട് ആ ഒരു ടൈം ലാപ്സിൽ ഞാൻ ചിരിക്കും. മാറി ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാരും ചെയ്തിട്ട് സുരേഷ് ഏട്ടനും പ്രിയേട്ടനും കൂടെ അവിടെ ഇരുന്ന് മിണ്ടാതെ ഇരിക്കുകയാണ്, ചിരിക്കാതെ അങ്ങനെ ഇരിക്കും. ഞങ്ങളിങ്ങനെ കതവ് തുറന്നപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഈ തലയെല്ലാം ഇങ്ങനെ ഇവിടെയാണ് ലൈറ്റ്, ഫേസ് ഡാർക്കാണ്. അല്ലെങ്കിൽ അവര് റൂം ഇങ്ങനെ ഇതായിട്ടിരിക്കും. എന്റെ അമ്മേന്നും പറഞ്ഞ് അവിടെ നിന്ന് വീണു. അങ്ങനെ കണ്ടിട്ടുള്ള ആരും വിശ്വസിക്കത്തില്ല കേട്ടോ. രതീഷേട്ടൻ പേടിച്ചു വീണു. രതീഷേട്ടനും മണിയമ്പിള്ള രാജു ചേട്ടൻ ഈ രണ്ടുപേർക്കും ഈ രണ്ടുപേർക്ക് യക്ഷി എന്ന് പറഞ്ഞ ഭയങ്കര. പക്ഷെ ഇവിടെ വന്ന ഭയങ്കര ധൈര്യശാലിയായിട്ട് എന്നും പറഞ്ഞിട്ട് ഇവിടെ ഡയലോഗ്. എന്നിട്ട് രതീഷേട്ടൻ ഇങ്ങനെ തോന്നു താഴോട്ട് വീണു. പിന്നെ സുരേഷ് ചേട്ടനൊക്കെ പേടിയായി. എന്താ വെള്ളമൊക്കെ കൊടുത്ത് ശരിയാക്കി. നമ്മളായിരുന്നു, വേറെ ആരുമില്ല. എന്റെ പൊന്നു മേനക, എന്തോ നിങ്ങളൊക്കെ കാണിച്ചത്, നെഞ്ചും പോയി എനിക്ക്. അല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ രതീഷെ പോലെ ഇത്രയും നമ്മൾ രതീഷിനെ ഒരു കരുത്തനായ നടനായിട്ടാണല്ലോ. ഇതുപോലെ വന്നാൽ നിങ്ങൾ പഠിക്കില്ലേ? അല്ല, എനിക്കതാ അറിയട്ടെ, പ്രേക്ഷകരൊന്ന് സംശയിക്കും. അതായത് എത്രയും നല്ല ചിരി ചിരിച്ചോണ്ടായിരിക്കുമല്ലോ അദ്ദേഹം വിശ്വസിച്ചത് ഒരു പ്രേതം വന്നു. ആ ചിരി ഒന്നൊരു സാമ്പിൾ, ഒരു വെടിക്കെട്ട് കണ്ണടച്ചോളാം. Rega, rega,